ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. എല്ലാവർക്കും ഡ്രീം കോഡേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML എങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കാം, ടേബിളിനുള്ളിൽ നമുക്ക് എങ്ങനെ ബട്ടൺ സെറ്റ് ചെയ്യാം, ബട്ടനെ കുറിച്ച് പഠിക്കുന്നത്. സോ അത്രയൊക്കെയാണുള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിന് നമുക്ക് HTML എങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നാലേ ഈ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. കാണാത്തവരൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടു പോകാം. സോ നമുക്കൊന്ന് ടേബിളിലേക്ക് പോകാം. ഇത് നമ്മൾ ഒരു ടേബിള് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടേബിൾ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മൾ ടേബിൾ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ടേബിൾ ഓപ്പൺ ചെയ്തു. സിമ്പിൾ ആൻഡ് ടേബിളിലും ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ടേബിളിൽ നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഐ മീൻ റോസ് ഉണ്ട്, ഇങ്ങനെ പിന്നെ റോ, താഴേക്ക് വരുന്നതിന് കോളം. ഓക്കെ, ഇതേ കൺസെപ്റ്റിന് നമ്മുടെ HTML ടേബിളിലും രണ്ട് ടാഗ്സ് ഉണ്ട്, TRും TDയും. TD പറയുന്ന സ്പെസിഫൈ ചെയ്യുന്നത് കോളംസിനെയും, TR സ്പെസിഫൈ ചെയ്യുന്നത് റോസിനെയും. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ടൊരു ചെറിയൊരു ടേബിൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ TR ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹെഡിങ് സ്പെസിഫൈ ചെയ്യണം. TRന് TD TH എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് ഉണ്ടാണെങ്കിൽ അതിന് നമുക്ക് TH ആണ്. ഇത് നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ടേബിളിന് ഡിസൈൻ കാണിച്ചാൽ എല്ലാ ടാഗ്സും യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട ഒരു ഡിസൈൻ നമുക്ക് നോക്കാം. ഇപ്പോൾ THൽ നമുക്ക് ഫസ്റ്റ് നെയിം, ഞാൻ ഒരു ബന്ധവുമില്ലാണ്ട് ഉണ്ടാക്കണത്, എന്നാലും നിങ്ങൾക്ക് ടേബിൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് നെയിം, അത് കഴിഞ്ഞാൽ അടുത്തൊരു ഹെഡിങ് ആയിട്ട് ഏജ്, അത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ്, GHT ഹൈറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു 3 റോ ഒരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി റോയിലൊക്കെ വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു TR റോ നമുക്ക് തുറക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ TD പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യും. നമ്മൾ കോളത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നെയിം രാഹുൽ എന്ന് പറഞ്ഞ ഒരു നെയിമാണ് വേണ്ടത്. അതിൽ സെക്കൻഡ് കോളം ഏജ് വേണ്ടത്. അപ്പോൾ ഏജ് ഒരു 25 കൊടുത്തു. അതിന് ഹൈറ്റ്, അപ്പോൾ ഇതേപോലെ തന്നെ TDനകത്ത് ഹൈറ്റ് 6 ഫീറ്റിന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ TR ക്ലോസ് ചെയ്തു, ടേബിളും ക്ലോസ് ചെയ്തു. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടേബിൾ ഇവിടെ കാണാൻ പറ്റും. അല്ല, ഫസ്റ്റ് നെയിം ഏജ് ഹൈറ്റ് എന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേബിൾ നമുക്ക് ബോർഡർ ഒന്നുമില്ല. സോ ആ ബോർഡർ ഉണ്ടാക്കാൻ കുറേ അധികം ആട്രിബ്യൂട്ട്സ് ടേബിളുണ്ട്. കോൾ സ്പാൻ, റോ സ്പാൻ, സെൽ പാഡിംഗ് ഉണ്ട്. അതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. നിങ്ങൾ അതിന് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി പഠിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ട്. ഇപ്പോൾ ഒരു ബോർഡർ ഉണ്ടാക്കാൻ ബോർഡർ എന്ന് ടൈപ്പ് ചെയ്യുക. ബോർഡറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്ത 2 വേണം വെച്ചോ. നമുക്കൊരു ബോർഡർ ഇവിടെ ക്രിയേറ്റ്. ഇനി നിങ്ങൾ അവിടെ കറക്റ്റ് നോക്കിയാൽ TRൽ TH പറഞ്ഞ ഹെഡിങ് ടാഗാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്നൊരു ഇതുണ്ട്, ഏജ് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് നമ്മൾ TR ഓപ്പൺ ചെയ്ത് TD9 ഉള്ളിൽ കൊടുത്തിരിക്കുക. ആ പറഞ്ഞ കോളമാണ് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കോളം നമ്മൾ TH കൊടുത്ത ഫസ്റ്റ് കോളത്തിൽ നമുക്ക് രാഹുലിൻ്റെ പേര് വേണം. സെക്കൻഡ് കോളം ഏജ് ആണ്. അപ്പോൾ സെക്കൻഡ് കോളം 25, തേർഡ് കോളം ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് സ്പെസിഫൈ ചെയ്തു. സിമ്പിളായിട്ട് നമ്മളൊരു ചെറിയ രീതിക്കുള്ള ടേബിളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ കുറേ അധികം ആട്രിബ്യൂട്ട്സ് ഈ ടേബിൾ ഡിസൈനിൽ പഠിക്കാനുണ്ട്. ഐ മീൻ സെൽ പാഡിങ്, സെൽ സ്പേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കോൾ സ്പാൻ, റോ സ്പാൻ, അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ ഇത്ര ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ CSS വരയ്ക്കുമ്പോൾ ടേബിളിന് കുറച്ചും കൂടി വൃത്തിയായി കാണാൻ വേണ്ടി നമ്മൾ CSS യൂസ് ചെയ്ത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സോ അതിന് ശേഷം നമുക്കിനി ഇതിന് ഓറിയൻ്റ് ആയിട്ടൊരു ടേബിൾ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ടേബിൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഈ ഒരു ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം തന്നെ TD ഓപ്പൺ ചെയ്തു. ഇത് എൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്. നിങ്ങളിതും കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റത്തെ TD ഞാനിപ്പോൾ ബട്ടണാണ് ഞാൻ പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ബട്ടൺ എന്നുള്ള ടാഗ് യൂസ് ചെയ്തു. ഓക്കെ, ബട്ടണിലെ ഫസ്റ്റ് ബട്ടൺ ഹോം.
ഓക്കെ, ഹോം എന്ന് പറഞ്ഞൊരു ബട്ടണാണ് ആദ്യം തന്നെ വേണ്ടത്. ഈ താഴത്തെ ടാക്സ് ഒക്കെ കളയുന്നത് നമ്മളത് യൂസ് ചെയ്യില്ല ഈ ഒരു ട്യൂട്ടോറിയൽ. ഇനി അടുത്തൊരു രണ്ടാമത്തെ ബട്ടണായിട്ട് സ്പെല്ലിംഗ് തെറ്റിയാലൊക്കെ പണി കിടക്കണം. അതൊരു കുഴപ്പമാണ്. ബട്ടണിനകത്ത് ഫോട്ടോഷോപ്പിൻ്റെ ബട്ടൺ ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് 2 ബട്ടൺ കിട്ടുന്നുണ്ട്. ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന 2 ബട്ടൺസ്. ഓക്കെ, ഒരു ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ബോർഡർ ഇതിനെ കളയണം. നമ്മൾ ഈ ബോർഡർ വെക്കുന്നത് എന്താ പറയുന്നത്. സോ നമുക്ക് ടേബിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഹോം. ഇതിൽ നമ്മൾ സിമ്പിളായിട്ടൊരു ബട്ടൺ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഈ അൺഓർഡർ ലിസ്റ്റിനെയും നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹോറിസോണ്ടലി നമുക്കൊരു ഇത് കിട്ടും. നമുക്ക് ഹോം അങ്ങനെയുള്ള വെബ്സൈറ്റ്സിൽ നമ്മളൊരു ഹോറിസോണ്ടൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ആരും ഇങ്ങനെ ചെയ്യാറില്ല. ലിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹോറിസോണ്ടൽ വൈസ് ആയിരിക്കും അങ്ങനെ നമുക്ക്. അപ്പോൾ ഇതേ ടെക്നിക്ക് നമുക്ക് ഇതിൽ ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പോയി UL ഒക്കെ മാറ്റണം. അതിനുശേഷം നമ്മൾ UL പർച്ചേസ് മാറ്റി ഇവിടെ സെയിം ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് നോക്കാം. അതാണ് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ TR ആദ്യം ഓപ്പൺ ചെയ്തു നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. ആദ്യത്തെ TD ലിങ്ക് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ HRF. ഈ HRFിൻ്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ് പറയുന്നത്. സോ ഇതന്നെ നമുക്ക് താഴേക്കും കോപ്പി ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് വീഡിയോസ് ആണ്. സെക്ഷൻ സെക്ഷൻ വരുന്നത് ഫോട്ടോസ്. ഇതാണ് about us എന്നുള്ള പേജ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ടേബിളിലെ വാല്യൂ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഗ്യാപ്പ് വേണം. അപ്പം നമ്മൾ സെൽ സ്പേസിങ് ആണ് തോന്നുന്നത്, എനിക്കൊന്നും ഉറപ്പില്ല. സ്പേസിങ് ഒരു ചെറിയ മാറ്റം നമുക്ക് കണ്ടു. 25 വെച്ച് സേവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതിനുള്ള ഒരു സ്പേസ് ശരിയാക്കി കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാണ്. നമുക്കൊരു 10 മതി. 10 ശരി. ഓക്കെ, നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലിങ്കായിട്ട് ഹോറിസോണ്ടലി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബട്ടൺ എങ്ങനെ വെക്കുന്നത് നമ്മൾ പഠിച്ചു. ഇതാണ് ബട്ടൺ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതാണ് ലിങ്ക് ചെയ്യാനുള്ളതും ഇത് ബട്ടണിൻ്റെ വ്യത്യാസം. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളിൽ കടന്ന് ഒരു ഈസി ആയിട്ടൊരു വെബ്സൈറ്റ് നമ്മൾ ഒരു ബട്ടൺ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി. ഇനി നമുക്ക് ഒരു ചെറുതായിട്ട് നമുക്കൊരു വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ വീഡിയോ ലോങ് ആയിട്ടുണ്ടാവും. സോ ഈ കാര്യങ്ങളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിക്കണം. ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ ചോയ്സ്. TR TD എല്ലാം നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കണം. അതൊക്കെയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you guys in the next video. Until then, bye.